അവർക്കും അല്ലാഹുവിന്റെ കരുണ കിട്ടുകയില്ല. വറഹ്മതീ വസിഅത് കുല്ല ശൈഅ, എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായി പരന്നു കിടക്കുന്നു. അള്ളാന്റെ കാരുണ്യം വളരെ വിശാലമാണ്. ഈ ലോകത്ത് കാണുന്ന കാരുണ്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ കരുണയുടെ 100ൽ 1 അംശമേ അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. അവന്റെ കാരുണ്യത്തെ 100ആയി വിഭജിച്ചാൽ ആ 100ൽ 99 അവൻ നാളെ പരലോകത്ത് സത്യവിശ്വാസികളോട് കരുണ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു കരുണ മാത്രമാണ്, ഒരംശം മാത്രമാണ് ഈ ഭൂമുഖത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള കാട്ടുജന്തുക്കൾ അവരുടെ മക്കളോട്, മനുഷ്യൻ അവന്റെ മക്കളോട്, എല്ലാവരും അവരവരുടെ മക്കളോട്, ജന്തുക്കൾ അതുപോലെ തന്നെ മനുഷ്യന്മാർ ഒക്കെ പരസ്പരം കരുണ കാണിക്കുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ ഒരംശം മുഖേനയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഈ കാരുണ്യം അത് നാളെ പരലോകത്താണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ കാരുണ്യം അവൻ ആർക്കാണ് രേഖപ്പെടുത്തുക? ലില്ലദീന യത്തഖൂന, തഖ്വയുള്ളവർക്കാണ് അല്ലാഹുവിന്റെ കരുണ കിട്ടുക. സുഹൃത്തുക്കളെ, പടച്ച റബ്ബിന്റെ കരുണ കിട്ടണമെങ്കിൽ തഖ്വ വേണം. എന്താണ് തഖ്വ? സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനിന്റെ നിയമങ്ങൾ, അവൻ ഇഷ്ടപ്പെടാത്തതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട്, അവൻ കൽപ്പിച്ചത് മുഴുവൻ കഴിയുന്നത്ര ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉബയ്യ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? അപ്പൊ ഉബയ്യ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അമാ സലക്ത ത്വരീഖൻ ദാ ശൗകിൻ, മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിൽ നിങ്ങൾ പ്രവേശിക്കാറുണ്ടോ? മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാറുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ബല, അതെ. ഖാല, ആ സമയത്ത് ഉബയ്യ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഫമാദാ കുൻത തഫ്അൽ, അങ്ങനെ മുള്ളു നിറഞ്ഞ ഒരു വഴിയിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുൻതു ശമ്മിറു സിയാബി വഅഹ്തരിസു, ഞാൻ എന്റെ വസ്ത്രം പൊക്കി പിടിച്ചുകൊണ്ട് എന്റെ ശരീരത്തിൽ ഒരു നിലക്കുള്ള പോറലും ഏൽക്കാതെ സൂക്ഷ്മതയോടെ ഞാൻ നടന്നു പോകും. ആ സമയത്ത് ഉബയ്യ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു, എങ്കിൽ ഹാദിഹി തഖ്വ, ഇതാണ് തഖ്വ, ഇതാണ് തഖ്വ. ഭക്തി എന്ന് പറയുന്നത് ഇതാണ്. ജീവിതത്തിൽ നല്ല സൂക്ഷ്മത. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഇവിടെ അന്ധവിശ്വാസങ്ങളുടെ മൂർഖൻ പാമ്പുകളുണ്ട്, അനാചാരങ്ങളുടെ വിഷപ്പാമ്പുകളുണ്ട്, അധാർമികതകളുടെയും അശ്ലീലതകളുടെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ഒട്ടേറെ വിഷപ്പാമ്പുകളും ചെളിയും അഴുക്കുകളുമുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. പരിക്കുകൾ പറ്റാതെ, ഇതിലേക്കൊന്നും നമ്മുടെ ശരീരമോ മനസ്സോ ഒരിക്കലും ചെന്നു ചേരാതെ കൃത്യമായി ഈ ലോകത്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് നേടിയെടുക്കലാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ തഖ്വ എന്ന് പറയുന്നത്. അത് ഖൽബിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആദ്യം നന്നാകേണ്ടത് പ്രിയമുള്ളവരെ ഖൽബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അതാണ് ഖൽബ്. അപ്പൊ ഖൽബാണ് ആദ്യം നന്നാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. എങ്കിൽ പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ തഖ്വയുണ്ടെന്ന് പറഞ്ഞ് എല്ലാ തെമ്മാടിത്തവും ചെയ്യാമെന്നാണോ? അങ്ങനെ ചിലര് മനസ്സിലാക്കി തഖ്വ എന്റെ ഖൽബിലാണ്, തഖ്വ എന്റെ ഹൃദയത്തിലാണ്, അത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊള്ളണമെന്നില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. തഖ്വ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വേഷത്തിലും ശരീരത്തിലും ഒക്കെ കാണണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൽബ് നന്നായ കണ്ണും നന്നാകും, കാതും നന്നാവും, നാവും നന്നാകും, കൈയും നന്നാകും, കാലും നന്നാകും, ബോഡി മൊത്തം നന്നാകും. ഖൽബിൽ തഖ്വണ്ടോ ഹറാമിലേക്ക് നോക്കൂല, ഖൽബിൽ തഖ്വണ്ടോ ഹറാമ് കേൾക്കൂല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമ് സംസാരിക്കൂല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമ് സ്പർശിക്കൂല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമ് ഭക്ഷിക്കുകയില്ല, ഹറാമ് സമ്പാദിക്കുകയില്ല, ഖൽബിൽ തഖ്വയുണ്ടോ ഹറാമായ നീചമായ ഒരു വേദിയിലും അവൻ പോയി ഇരുന്നു കൊടുക്കുകയില്ല.
ജീവിതത്തിന്റെ ശരീരത്തിന്റെ മുഴുവൻ മാറ്റത്തിന് കാരണമാകുന്നത് ഖൽബിന്റെ മാറ്റമാണ്. അപ്പൊ വാക്കിൽ തഖ്വ വേണം, നോക്കിൽ തഖ്വ വേണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലാഹു തആല പറയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം. അപ്പൊ തഖ്വയുണ്ടെങ്കിൽ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നീ നിന്റെ നോമ്പിനെ മുറിച്ചു കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. മാലം യഖ്രിഖ്ഹാ, അതിനെ തുളച്ചു ദ്വാരമുണ്ടാക്കി നശിപ്പിച്ചിട്ടില്ലെങ്കിൽ. എങ്ങനെയാ നോമ്പിന് ദ്വാരമുണ്ടാക്കൽ? അൽ ഗീബ, അൽ ഗീബ, ആരാന്റെ കുറ്റം പറയുക, പരദൂഷണം പറയുക, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, അതൊക്കെ നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തഖ്വ എന്ന് പറയുന്നത്, പല ആളുകളോടും നമ്മൾ ചോദിക്കുമ്പോ എനിക്കങ്ങനെ വേഷത്തിൽ തഖ്വ വേണമെന്നുമില്ല, ഇസ്ലാമിന്റെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല, തഖ്വയൊക്കെ ഹൃദയത്തിലാണോ? അല്ല, തഖ്വ ഹൃദയത്തിലുണ്ട്, ശരിയാണ് എങ്കിൽ അത് നിന്റെ വാക്കിൽ വേണം, നോക്കിൽ വേണം, കേൾവിയിൽ വേണം, എല്ലാ പ്രവർത്തനത്തിലും വേണം, സമ്പാദ്യത്തിൽ വേണം, ജോലിയിൽ വേണം, ഉത്തരവാദിത്ത നിർവഹണത്തിൽ വേണം, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വേണം. അതാണ് തഖ്വ. ആ നിലക്ക് തഖ്വയുണ്ടെങ്കിലേ അല്ലാഹ് കരുണ ചെയ്യൂ. പടച്ചോന്റെ തഖ്വ കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം. അള്ളാന്റെ കാരുണ്യം കിട്ടണല്ലോ. അത് റമദാനിലാണെങ്കിലും ഏത് മാസത്തിലാണെങ്കിലും. റമദാൻ കാരുണ്യത്തിന്റെ മാസം തന്നെയാണ്, ശരിയാണ്. അള്ളാഹ് കരുണാവാരിധിയാണ്, ശരിയാണ്. പക്ഷെ അള്ളാന്റെ കാരുണ്യം ഈ മാസത്തിലും അല്ലാത്ത മാസത്തിലുമൊക്കെ കിട്ടണമെങ്കിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണം. എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അവൻ കരുണ ചെയ്യും. ഇനി സുഹൃത്തുക്കളെ, രണ്ടാമത് എന്താ പറഞ്ഞത്? വയുതൂന സക്കാ, സാമ്പത്തിക മേഖല ശുദ്ധമാകണം. കണ്ടോ, അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് തന്ന സമ്പത്തിൽ നിന്ന്, അള്ളാഹ് പറഞ്ഞ വിഹിതം, അള്ളാഹ് പറഞ്ഞ അവകാശികളെ നോക്കി തന്നെ അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടണം. ചിലരൊക്കെ വലിയ മുത്തഖിയാണെന്ന് പറയും, പണത്തുമ്പോ തൊടൂല, സക്കാത്ത് കൊടുക്കൂല, പാവങ്ങളെ കുറിച്ച് തീരെ കാണൂല, 2, 3, 4 ഒക്കെ ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട്, പള്ളിയിൽ ഒരുപാട് നേരം ഭജനമിരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, ധാരാളം എല്ലാ സമയത്തും പള്ളിയിൽ തന്നെ നിസ്കാരത്തിന് പോകുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അയൽപ്പക്കത്തെ കൂരയിലെ വിശപ്പറിയുന്നില്ല, അയൽ വീട്ടിലെ കുഞ്ഞിന്റെ വിശപ്പറിയുന്നില്ല, അവന്റെ പ്രയാസം അറിയുന്നില്ല, പാവങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അനാഥകളോട് കാരുണ്യം കാണിക്കുന്നില്ല, അഗതികളെ ഭക്ഷണമൂട്ടാൻ വേണ്ടത് ചെയ്യുന്നില്ല. അതും മതനിഷേധമായിട്ടല്ലേ അല്ലാഹ് പറയുന്നത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. മതത്തെ കളവാക്കിയവൻ ആരെന്ന് പറയട്ടെയോ? അനാഥയെ തള്ളിക്കളയുന്നവനാണവൻ, അഗതികളുടെ ഭക്ഷണകാര്യത്തിന് പ്രേരണ പോലും കൊടുക്കാത്തവനാണവൻ. അപ്പൊ അത് പോരാ, അള്ളാന്റെ റഹ്മത്ത് കിട്ടണോ? സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അടിയുറച്ച് വിശ്വസിക്കണം. അള്ളാന്റെ ഒരു നിയമം കേട്ടാൽ, ഖുർആനിലെ ഒരു ആയത്ത് കേട്ടാൽ, ഒരു ഹദീസ് കേട്ടാൽ, ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് പറയാണ്, ഈ ആയത്തൊന്നും ഞാൻ അങ്ങനെ മുഴുവൻ അങ്ങ് സ്വീകരിക്കൂല. കാരണം ഞാൻ ബുദ്ധിജീവിയാണ്, ഞാൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ആയത്തിലും ഹദീസിലും എന്ത് നിയമങ്ങളുണ്ടെങ്കിലും ഞാൻ ബുദ്ധിജീവിയായതുകൊണ്ട് എന്റെ ബുദ്ധിയുടെ മൂശയിലിട്ടിട്ട് ഞാനിതൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് ഞാൻ അംഗീകരിക്കൂ എന്ന് വന്നാൽ അവൻ വിശ്വാസിയല്ല. തന്നേക്കാൾ ഏറ്റവും വലിയ അറിവുള്ള നാഥൻ, തനിക്ക് ബുദ്ധി നൽകിയ നാഥൻ, ലോകത്തുള്ളവരുടെ എല്ലാ ബുദ്ധിയുടെയും കേന്ദ്രമായി അത് നൽകിയിട്ടുള്ള ബുദ്ധിമാനായ റബ്ബ്, അവന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം എന്റെ കൊച്ചു ബുദ്ധി വളർന്നിട്ടില്ല. ഈ
ഈ വിനയമാണ് അള്ളാന്റെ കാരുണ്യത്തിന് നമ്മെ അവകാശികളാക്കുക. വിനയം വേണം, നിയമങ്ങളോട് വിനയം വേണം, പ്രമാണങ്ങളോട് വിനയം വേണം. അള്ളാഹ് ഖുർആനിൽ ഒരു നിയമം പറയുമ്പോ ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്നൊരു ധിക്കാരമാണ്. ഹദീസിൽ ഒരു നിയമം പറയുമ്പോ ഞാൻ അംഗീകരിക്കില്ലെന്ന് പറയുന്നൊരു ധിക്കാരമാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആര് ധിക്കരിക്കുന്നുവോ അവൻ സുവ്യക്തമായ പിഴവിലാണ് ആപതിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പൊ പടച്ചവന്റെ കാരുണ്യം വേണോ? എന്തൊക്കെ വേണം? തഖ്വ വേണം, സകാത്ത് കൊടുക്കണം, അള്ളാന്റെ നിയമങ്ങളെ മുഴുവനും മനസ്സാ വാചാ കർമ്മണ വിനയത്തോടുകൂടി അംഗീകരിക്കണം. അതുകൊണ്ടും തീർന്നില്ല. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, റസൂലുള്ളാഹിനെ പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണം. എങ്ങനെയൊക്കെ പിൻപറ്റണം? അവിടുന്ന് നബിയാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതേ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കണം. അവിടുത്തോട് ബഹുമാനമുണ്ടാകണം, ആദരവുണ്ടാകണം. അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ സഹായികളാവണം. അവിടുത്തേക്ക് അല്ലാഹ് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രകാശങ്ങളെ മുഴുവനും യാതൊരു മനസാക്ഷിക്കുത്തും തോന്നാതെ പിൻപറ്റണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ. അവർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുക. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താ? അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അല്ലാഹ് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ വശത്തിലേക്ക് വരിക. അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അല്ലാഹ് പറയുന്ന രണ്ടാമത്തെ വശം, യർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ റഹീമൂന യർഹമുഹുർ റഹ്മാൻ. കരുണ ചെയ്യുന്ന ആളുകൾ, അവരോടാണ് കരുണാനിധി കരുണ ചെയ്യുക. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ ചെയ്യൂ. യർഹമുകും മൻ ഫിസ് സമാ, പരിഭാഗത്തുള്ളവൻ, എല്ലാത്തിന്റെയും മീതെയുള്ളവനായ അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യും. അപ്പൊ അല്ലാഹ് നമ്മളോട് കരുണ കാണിക്കണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. എന്ത്? ചുറ്റുഭാഗത്തുമുള്ള ആളുകളോട് കരുണ കാണിക്കണം, ചുറ്റുഭാഗത്തുള്ളവരോട് കരുണ കാണിക്കണം. ആ കരുണ കാണിക്കുന്ന മാസമാണിത്. ഈ മാസത്തിൽ പോരാ, എപ്പോഴും വേണം. ഏറ്റവും നമ്മൾ കരുണ കാണിക്കേണ്ടത് ആരോടാ? അള്ളാഹുവിനെ കഴിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു നമ്മോട് കരുണ ചെയ്യാൻ, അല്ലാഹ് നമ്മളോട് നിങ്ങൾ ശുക്ർ ചെയ്യണം എനിക്ക് എന്ന് പറഞ്ഞല്ലോ. റബ്ബിനോട് ശുക്ർ കഴിച്ചാൽ നാം ഏറ്റവും കൂടുതൽ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുത്ത് കരുണ കാണിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, മാതാപിതാക്കളോടുള്ള കാരുണ്യം പരത്തി പറയേണ്ട കാര്യമില്ല. ഇന്നിന്റെ ലോകം പ്രിയമുള്ളവരെ, വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തള്ളയെ വേണ്ടാത്ത മക്കൾ, തന്തയെ വേണ്ടാത്ത മക്കൾ, അപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട, അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട. തെരുവുകളിൽ തെണ്ടി നടക്കുന്ന അമ്മമാർ, തെരുവുകളിൽ മുട്ടിട്ട് നീന്തി നടക്കുന്ന വൃദ്ധകളായ മാതാപിതാക്കൾ, വൃദ്ധന്മാരായ പിതാക്കൾ. ആരാണ് ഉത്തരവാദി? മക്കൾക്ക് അവരെ വേണ്ട. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? നിന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹരായ ആളുകൾ നിന്റെ മാതാപിതാക്കളാണ്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നീ ഏറ്റവും കരുണ ചെയ്യേണ്ടത് നിന്റെ മാതാപിതാക്കളോട് ഏത് ടൈമിലാ? മാതാപിതാക്കൾക്ക് നല്ല ചോരത്തിളപ്പും യൗവനം ഉണ്ടാകുന്ന കാലത്തല്ല. അപ്പൊ ഒരു പക്ഷേ മക്കളൊക്കെ അവരെ പേടിച്ചവരെ സപ്പോർട്ട് ചെയ്യും. നിന്റെ മാതാപിതാക്കൾ വൃദ്ധരായി, ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയിട്ട് അവരുടെ ബുദ്ധിക്ക് വലിയ പ്രയാസങ്ങളും തകരാറുകളും സംഭവിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കൊരു വിലയും കാണാത്ത ഒരു കാലം വരുമ്പോ, ആ സമയത്തുള്ള സ്റ്റേജിലെത്തിക്കഴിഞ്ഞ മാതാപിതാക്കളാണെങ്കിലും
ഒന്നുമറിയാത്ത തൊലി ചുക്കിച്ചുളിഞ്ഞ ജരാനരകൾ ബാധിച്ച കണ്ണിന്റെ ഓജസ്സും തേജസ്സും ശരീരത്തിന്റെ തെളിമയും അതിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രകാശവും വറ്റിവരണ്ട് നിൽക്കുന്ന ഒരു പേക്കോലങ്ങളായി നിന്റെ മുമ്പിൽ ജീവിക്കുന്ന നിന്റെ ഉമ്മയുണ്ടോ? ഉമ്മയുണ്ടോ? ഉപ്പയുണ്ടോ? ഉമ്മയുണ്ടോ? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഇതുപോലെ പറഞ്ഞൊരു ഗ്രന്ഥമേതാ ഉള്ളത്? നിന്റെ മാതാപിതാക്കളോട് ഉഫ്ഫിൻ എന്ന വാക്ക് നീ പറയരുത്. എന്താ ഉഫ്ഫിൻ എന്ന് പറഞ്ഞ അറബി? ഛേ എന്നൊരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത്. നമ്മൾ ഒരാളോട് ഒരല്പം വിമിഷ്ടത്തോടെ പറയുന്ന പദങ്ങളിൽ താരതമ്യേന അപകടം കുറഞ്ഞൊരു വാക്കാണ് ഛേ എന്ന്. അതുപോലും മാതാപിതാക്കളോട് പറയരുത് എന്നാണ്. മാതാപിതാക്കൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മാതാവിനെ വെട്ടിക്കൊന്ന മുസ്ലിം പേരുള്ള മക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിതാവിനെ കോടാലി കൊണ്ട് കഴുത്തറുത്തു കൊന്ന മുസ്ലിം പേരുള്ളവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തേ പ്രശ്നം? മാതാപിതാക്കളെ അവർക്ക് വേണ്ട, മാതാപിതാക്കളോട് അവർക്ക് ബഹുമാനമില്ല. അനുഭവിക്കും പ്രവാസികളെ, അനുഭവിക്കും നമ്മൾ. മാതാപിതാക്കൾ ഒരുപാട് കരുണ നമ്മോട് ചെയ്തവരാണ്. അവര് ചെറുപ്പത്തിൽ നമ്മെ പരിപാലിച്ചവരാണ്. നിങ്ങളുടെ ആദരവാണ് അവർക്ക് വേണ്ടത്, നിങ്ങളുടെ പരിഗണനയാണ് അവർക്ക് വേണ്ടത്. നിങ്ങളുടെ റിയാലുകളല്ല, ദിർഹമുകളല്ല, പളവളപ്പുള്ള വസ്ത്രങ്ങളല്ല, ഡ്രാഫ്റ്റുകളല്ല, ചെക്ക് ലീഫുകളല്ല. മാതാപിതാക്കൾ പ്രായമായാൽ ആഗ്രഹിക്കുന്നത് എന്റെ പൊന്നുമോൻ എന്നെ നോക്കിയിട്ട് എന്റെ പൊന്നു ഉമ്മ, എന്റെ ഉപ്പ എന്നൊന്ന് വിളിക്കാൻ എന്റെ മകന് മനസ്സുണ്ടോ? ഇതാണ് സുഹൃത്തുക്കളെ ഉപ്പി ഉമ്മി നോക്കുന്നത്. ഉപ്പ എന്നൊരു വിളി, ഉമ്മ എന്നൊരു വിളി കേൾക്കാൻ ഉമ്മ കാതോർത്തിരിക്കുകയാണ് കാതങ്ങൾക്കപ്പുറം. പ്രവാസികളെ, ഭാര്യയെ കിട്ടാൻ വേണ്ടി ടെലിഫോണിൽ റിംഗ് ചെയ്തപ്പോ എടുത്തത് ഉമ്മയായി പോയപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്ന പ്രവാസികളിൽ നമ്മൾ പെട്ടുപോകല്ല. ഒരുപാട് സമയമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയതാണ്, എടുത്തതാ തള്ളയാണ് എന്ന് പറയുന്ന ഒരു ദുരന്തം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയവരാണെങ്കിലും എത്ര നമ്മൾ വളർന്നാലും ഉമ്മയോടും ഉപ്പയോടുമുള്ള വാത്സല്യം അവസാനിപ്പിക്കരുത്. അവരെ കണ്ണുനീര് കുടിപ്പിച്ചാൽ സ്വന്തം മക്കളിലൂടെ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തിരിച്ചടി ഉറപ്പാണ്. സ്വന്തം മാതാപിതാക്കളെ ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ മക്കളിലൂടെ എനിക്ക് തിരിച്ചടി ഉറപ്പാണ്. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ എനിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ തിരിച്ചടി ഉറപ്പാണ്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ. നിങ്ങളുടെ കാരുണ്യത്തിന് ഏറ്റവും അവകാശി നിങ്ങളുടെ മാതാപിതാക്കളാണ്. ഇനി നിങ്ങൾ അവർക്ക് എന്ത് തന്നെ ചെയ്തു കൊടുത്താലും അതൊന്നും മതിയാവില്ല. അതുകൊണ്ട് കരുണാവാരിധിയായ റബ്ബിനോട് അവർക്ക് വേണ്ടി എപ്പോഴും തേടണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ രക്ഷിതാവേ, എന്റെ മാതാപിതാക്കൾ എന്നെ തേരൂട്ടി പാരൂട്ടി വളർത്തിയതുപോലെ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ, നീ കരുണ ചെയ്യണേ നാഥാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ കാരുണ്യത്തിൽ മുൻപന്തിയിൽ നിർത്തേണ്ടത് ഉമ്മയെ, ഉപ്പയെ. ഒരിക്കലും ഒരാളും അതിൽ ഒരു പിശുക്കും കാണിക്കരുത് പ്രിയമുള്ളവരെ, എങ്കിലേ അള്ളാന്റെ റഹ്മത്ത് നമുക്കുണ്ടാവുകയുള്ളൂ. ഇനി എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങൾക്ക് കരുണ വേണോ രക്ഷിതാക്കളെ? മക്കളോട് കരുണ കാണിക്കൂ. ഭൂമിയിലുള്ള നിങ്ങളുടെ മക്കൾ, ആ മക്കളോട് കരുണ കാണിക്കൂ രക്ഷിതാക്കളെ. അല്ലാഹു തആല അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്. മക്കളെ നോക്കാത്ത ആൾക്കാരുണ്ടാവില്ല. മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണം? ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ചികിത്സ വേണം, എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. ശിശുപീഡനം വാർത്തയായ ഒരു കാലത്താണ് നമ്മളുള്ളത്. ശിശുക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതേ, ഇന്നിന്റെ വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രിയ സഹോദരാ, ഒരു കൊച്ചനുജന്റെ ചിത്രം ഈ പാവപ്പെട്ടവരുടെ മനസ്സിലൊക്കെ ഇന്നില്ലേ? ഷഫീഖ് എന്ന് പറയുന്ന ഒരു 4.5 വയസ്സുകാരനതാ കട്ടപ്പനയിലെ ഹോസ്പിറ്റലിലതാ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് കിടക്കുന്നു. എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് മനസ്സ് വരുമോ? എന്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് മനസ്സ് വരുമോ? നമുക്കില്ലേ അരുമ സന്താനങ്ങൾ? കേവലം 4.5 വയസ്സുള്ള പൊന്നുമോൻ ഷഫീഖ്, അതേ സ്വന്തം മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എന്ന് പറയുന്നവരുടെ പീഡനം സഹിക്കവയ്യാതെ ഇരുമ്പിന്റെ വടികൾ കൊണ്ടതാ ശരീരത്തിൽ അടിച്ചിട്ട് ഇടത്തെ കാല്, ആ കുട്ടിയുടെ കാല് തൂങ്ങി പിരിഞ്ഞു കിടക്കുന്നു.
കണ്ണ് ചീർത്ത് വീർത്തിരിക്കുന്നു, മുഖത്ത് തീ കൊണ്ട പാടുകളുണ്ട്, ശരീരം മുഴുവൻ അടികൊണ്ട് തിണർത്ത് കിടക്കുകയാണ്. ഒട്ടിയ വയറുമായി ഷഫീഖ് എന്ന പൊന്നുമോൻ വെന്റിലേറ്ററിൽ നിന്ന് കിടക്കുമ്പോ സന്ദർശിച്ച സന്ദർശകര് പറയുന്നത് ആ കുട്ടിക്ക് 1 മാസമായിട്ടുണ്ടാകും ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തിട്ടെന്നാണ്. കുട്ടിയുടെ നെഞ്ചല്ലുകൾ എണ്ണിയെടുക്കാം, വാരിയല്ലുകൾ എണ്ണിയെടുക്കാം. ആ ഒട്ടിയ വയറിൽ ഒരു മിടിപ്പിങ്ങനെ ബാക്കിയുണ്ട് പോലും. അതേ, അച്ഛനെന്ന് പറയുന്ന, ഉപ്പ എന്ന് പറയുന്ന ഒരു മുസ്ലിം പേരുള്ള ഒരു മനുഷ്യനല്ലേ, അയാളെ മനുഷ്യനെന്ന് പറയാൻ കഴിയുമോ? മൃഗമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കാണിക്കില്ലേ? മൃഗങ്ങൾക്കുമില്ലേ മക്കളോട് അലിവും കാരുണ്യവും? ശിശുപീഡനവും കുഞ്ഞുങ്ങളോടുള്ള പീഡനവും ഒക്കെ വാർത്തയായി ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കണം. രക്ഷിതാക്കളെ, കുട്ടികളോട് കരുണ കാണിക്കണം, കുട്ടികളോട് കരുണ കാണിക്കണം. കരുണ കാണിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണ്? ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇതിനെക്കുറിച്ചും ഏറെ പറയേണ്ടി വരുന്നു. ഇസ്ലാം എത്രത്തോളമാണ് കാരുണ്യം കാണിച്ചത് മക്കളോട്. ലോകത്തുനിന്ന് എല്ലാവർക്കും ആഘോഷിക്കാൻ ഓരോ ദിനങ്ങളുണ്ട്. ലോക പരിസ്ഥിതി ദിനമുണ്ട്, ലോക ശിശുദിനമുണ്ട്, ലോക മാതൃദിനമുണ്ട്, ലോകത്ത് അധ്യാപക ദിനമുണ്ട്, അതുപോലെ തന്നെ പലർക്കും ദിനങ്ങളുണ്ട്. ഇസ്ലാം ശിശുക്കളുടെ കാര്യത്തിൽ എത്രയാ സംസാരിച്ചത്? ധാരാളമായി വാചാലമായ മതമാണ് ഇസ്ലാം. ഒരു പെണ്ണ് ഗർഭിണിയായത് മുതൽ ആ ഗർഭം ധരിച്ചിട്ടുള്ള പെണ്ണിന് ചെലവിന് കൊടുത്തോളണം എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഭ്രൂണസ്ഥ ശിശുവിനെ ഒരിക്കലും ദ്രോഹിച്ചുകൂടാ. ആ കുഞ്ഞ് കഷ്ടപ്പെടരുത്. ഭ്രൂണാവസ്ഥയിൽ പോലും ശ്രദ്ധിച്ച മതമാണ് ഇസ്ലാം. ചെലവിന് കൊടുക്കണം എന്ന് ഭർത്താവിനോട് പറഞ്ഞു. അതെ, ഇനി പ്രസവിച്ചു കഴിഞ്ഞാലോ വൽവാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ അർറദാഅ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന. അല്ലാഹു തആല പറയുന്നു, അമ്മമാര് മക്കൾക്ക് മുലയൂട്ടണം 2 വർഷം. മനസ്സിലാക്കണം, കാരുണ്യത്തിന്റെ ഗ്രന്ഥം, കരുണാവാരിധിയായ റബ്ബ് പറയാണ്, ഇന്ന് നവജാത ശിശുക്കൾക്ക് ആവശ്യമായ പോഷണം കിട്ടാതെ പോവാണ്. നവജാത ശിശുക്കൾക്ക് ആവശ്യമായ ഏറ്റവും വലിയ പോഷണം മാതാവിന്റെ മാറിടത്തിൽ പടച്ചവൻ കേന്ദ്രീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല ഉമ്മമാരും കുട്ടികൾക്കത് തടയുകയാണ്. തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും, തന്റെ മാറിടത്തിന്റെ സൗന്ദര്യം മുലഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുള്ള പോഷണ മൂല്യങ്ങളുടെ കേദാരമായ ആ മുലപ്പാൽ എന്ന് പറയുന്ന ആ അമൃത് തടയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പരിപൂർണമായി 2 കൊല്ലം മുലയൂട്ടണേ. ഇത് പറഞ്ഞൊരു മതം വേറെ ഏതാ ഉള്ളത്? ഇത്രത്തോളം ശിശുക്കളോട് കാരുണ്യം കാണിച്ച മതം. മാത്രല്ല, ആ കുട്ടികൾക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ സംരക്ഷണവും കുട്ടി ആരുടേതാണോ ആ ഉപ്പയാണ് വഹിക്കേണ്ടത്. ആ പെണ്ണിന് വേണ്ട വസ്ത്രവും കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം, മക്കൾക്ക് വേണ്ടതും കൊടുക്കണം. അല്ലാഹു തആല പറയുക, ഇങ്ങനെ എല്ലാ രംഗത്തും ഒരു കുഞ്ഞിനെ അകാരണമായി നശിപ്പിച്ചു കളഞ്ഞാൽ ആ ജാഹിലിയത്ത്, അതല്ലേ ഇന്ന് പത്രത്തിൽ നമ്മൾ കണ്ടത്, കുട്ടിയെ കൊല്ലാനാക്കി കൊന്നുകളയാനുള്ള ശ്രമമാണ്. നാളെ പരലോകത്ത് റബ്ബ് ചോദിക്കും, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അതേ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടും, എന്തൊരു തെറ്റിനാണ് മോളെ നീ കൊല്ലപ്പെട്ടതെന്ന്. എന്തിനാണ് ഈ അരുമക്കുഞ്ഞ് കൊല്ലപ്പെട്ടത്, എന്തിനാണ് ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് അതിനുത്തരവാദികളായ ആളുകൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോട് കരുണ കാണിക്കണേ, പീഡിപ്പിക്കല്ല, അവരോട് ദയാവായ്പുണ്ടാകണേ, കൃപ കാണിക്കണേ എന്ന് പഠിപ്പിച്ച മഹനീയമായ ഗ്രന്ഥം, ആ ഗ്രന്ഥം ഇറക്കിയ നാഥൻ, അത് വിവരിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാം കാരുണ്യത്തിന്റെ ഉത്തമമായ മകുടോദാഹരണങ്ങളാണ്. ചിന്തിച്ചോ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കരുണ ഏതെല്ലാം അവസ്ഥകളിൽ ആരോടെല്ലാം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. ജന്തുക്കളോട് കരുണ കാണിക്കാൻ ഇസ്ലാം പറഞ്ഞു. ജന്തുക്കളോട് കരുണ കാണിക്കണം. എന്റെ ചുറ്റുഭാഗത്തുള്ള ജീവികൾ, മിണ്ടാപ്രാണികൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചൂട് വെച്ച് പൊള്ളിക്കപ്പെട്ട ഒരു ഒട്ടകത്തെ കണ്ടപ്പോൾ കണ്ണുനീര് വാർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് ഒട്ടകം വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒട്ടകം കരയുന്ന ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായി. ആരാണിതിന്റെ ഉടമ എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ്. ആരാണ്
ഈ ഒട്ടകത്തിന്റെ ഉടമ? ഉടമയെ കിട്ടപ്പോൾ ചോദിച്ചു, നിങ്ങളാണോ ഈ ഒട്ടകത്തിന്റെ ഉടമ എന്ന്? നിങ്ങൾ ഇതിന് ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഇതിന് കഴിയാത്ത ഭാരം നിങ്ങൾ വഹിപ്പിക്കുന്നുണ്ട്, അത് എന്നോട് വന്ന് പരാതി പറഞ്ഞിരിക്കുകയാണ് എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജന്തുക്കളോട് കരുണ കാണിക്കണമെന്ന അത് പഠിപ്പിച്ചൊരു മതം മനുഷ്യനെ കൊല്ലോ? അത് പഠിപ്പിച്ചൊരു മതം മനുഷ്യനെ കൊല്ലുമോ? ചിന്തിക്കണം. ഒരു നായ ദാഹിച്ച് വലഞ്ഞു വരുമ്പോ, നായ ദാഹിച്ച് മണ്ണ് കപ്പി വരുമ്പോ, ഒരു മനുഷ്യനതാ അയാളുടെ ഷൂവിൽ കിണറ്റിലിറങ്ങിയിട്ട് ഷൂവിൽ വെള്ളമെടുത്ത് ആ ഷൂ കടിച്ചു പിടിച്ച് വേച്ച് കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദാഹിച്ച് വലഞ്ഞു വരുന്ന നായയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അയാൾ സ്വർഗാവകാശിയായി എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ കാരുണ്യത്തിന്റെ നേതാവിന്റെ അനുയായികളാ നമ്മള്. ഒരു നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയി എന്ന് പഠിപ്പിക്കപ്പെട്ട മതം ഒരിക്കലും ഒരു മനുഷ്യന് വെള്ളം കുടിക്കാൻ കൊടുക്കാതിരിക്കാൻ അത്രമാത്രം മനുഷ്യന്റെ മനസ്സ് ദുഷ്ടമായി പോകുമോ പ്രിയമുള്ളവരെ? ഒരു പൂച്ചയെ ഒന്നും കൊടുക്കാതെ അതിന്റെ ഭക്ഷണം തേടാൻ പുറത്തേക്ക് വിടാതെ കെട്ടിയിട്ട് കൊന്ന ഒരു പെണ്ണ് നരകാവകാശിയായി പോയി എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതം. അതെങ്ങനെ ഒരു മനുഷ്യനെ കെട്ടിയിടുവോ? ഒരു മനുഷ്യനെ കെട്ടിയിടാൻ പറ്റുമോ? പൂച്ചയെ കെട്ടിയിട്ട് നരകമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരു മനുഷ്യക്കുട്ടിയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുന്നവന് എവിടെയാണ് ഇടം നൽകുക? അവന് നൽകേണ്ടത് നരക പാതാളം തന്നെയല്ലേ? അവന് കഠോരമായ ശിക്ഷ തന്നെയല്ലേ കൊടുക്കേണ്ടത്? അതെ, അങ്ങനെ ജീവികളോട്, പച്ചക്കരളുള്ള മുഴുവൻ ജീവികളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു വരും മതം അകാരണമായി കാഫിറിനെ കണ്ടാ വെട്ടിക്കോ എന്ന് പറയൂല. നിങ്ങൾ ഇത്രയൊക്കെ കാരുണ്യം പറഞ്ഞിട്ടെന്താ കാര്യം? കാഫിറിനെ കണ്ടയിടത്ത് കൊല്ലണം എന്നല്ലേ ഖുർആൻ പറയുന്നത്? നേരത്തെ പറഞ്ഞ ഖുർആൻ വായനയിൽ നിന്നുണ്ടായതാണ്. ഖുർആൻ പഠിച്ചില്ല, ഖുർആനിൽ എവിടെയാണത് പറഞ്ഞതെന്ന് ചിന്തിച്ചില്ല. കാഫിറിനെ കണ്ടാൽ കൊല്ലണമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു കാഫിർ ആരായിരുന്നാലും മുസ്ലിമിനെ പോയിട്ട് ഒരു കാഫിറായ ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനെ പോലും ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ലം യുരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ മണം പോലും അവന് നിഷിദ്ധമാണെന്നാണ്. സ്വർഗത്തിന്റെ മണം പോലും അവന് നിഷിദ്ധമാണ്. പിന്നെ എങ്ങനെ അയൽവാസിയോ അല്ലാത്തവനോ ആയ മുസ്ലിമിനെ കൊല്ലും? ഒരു മുസ്ലിമിനെ മാത്രമല്ല ഒരാളെയും നോവിച്ചുകൂടാ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. രക്തം പവിത്രമാണ്, ധനം പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്. ഏതുപോലെ പവിത്രമാണ് മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. പരിശുദ്ധ കഅബയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കഅബ എത്രത്തോളം പരിപാവനമാണോ, ഈ മക്കാ രാജ്യം എത്രത്തോളം പരിപാവനമാണോ, അതുപോലെ പരിപാവനമാണ് മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ ധനം, മനുഷ്യന്റെ അഭിമാനം. രക്തം ചിന്തുക, ധനം അന്യായമായി കൈക്കലാക്കുക, അതുപോലെ തന്നെ യുദ്ധം ചെയ്യുക, കൊലപ്പെടുത്തുക, ആ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള അകാരണമായ അന്യായമായ എല്ലാ പ്രവർത്തനങ്ങളും അനിവാര്യ സാഹചര്യങ്ങളിൽ അല്ലാത്ത ഏത് ഘട്ടങ്ങളിലും ഇസ്ലാം വളരെ കർശനമായി തന്നെ വിലക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ എല്ലാത്തിനോടും കാരുണ്യം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, പ്രകൃതിയിലുള്ള വിഭവങ്ങളോട് കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പ്രകൃതി വിഭവങ്ങളോട് കരുണ കാണിക്കണം. ഇവിടെയുള്ള ഏറ്റവും വലിയ വിഭവം ഏതാണ്? വെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഭവം. മനസ്സിലാക്കണം, വെള്ളം. അതിനുവേണ്ടി 2000 കോടി ജനങ്ങൾ കേഴുകയാണ് എന്നാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ 2003 സന്ദേശം തന്നെ അതായിരുന്നു. 2000 കോടി ജനങ്ങൾ വെള്ളത്തിനു വേണ്ടി കരയുകയാണ്. ജലം അമൂല്യമായ അനുഗ്രഹമാണ്, അല്ലാഹ് ചെയ്ത അനുഗ്രഹമാണ്. ആ ജലത്തെ കുറിച്ച് 2 വീക്ഷണമാണ് ഇസ്ലാമിനുള്ളത്. ഒന്ന്, ജലം ഒരിക്കലും പാഴാക്കി കളയരുത്. ജലം ആവശ്യത്തിന് ഉപയോഗിക്കാനേ അനുവദിച്ചിരുന്നിട്ടുള്ളൂ. ജലം പാഴാക്കി കളയാൻ പാടില്ല, ഒരു തുള്ളി പോലും പാഴാക്കിക്കൂടാ. സൽക്കർമ്മത്തിന് ഉപയോഗപ്പെടുത്തുന്ന ജലം പോലും പാഴ്ത്തുള്ളിയായി വീണ് പോകരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അനുചരൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കാനുള്ള അംഗശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അതിലൂടെ കടന്നുപോയത്. അപ്പൊ അദ്ദേഹം കുറച്ച് കൂടുതൽ വെള്ളമെടുത്ത് അംഗശുദ്ധി വരുത്തുന്ന കാഴ്ച കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ സറഫ് യാ സഅദ്, സഅദേ എന്താണ് ഈ ദൂർത്ത് കാണിക്കുന്നത് വെള്ളത്തിൽ? ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു വളരെ വിനയത്തോടെ ചോദിച്ചു, അഫിൽ വുദൂഇ സറഫുൻ യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉളൂഇന്റെ വെള്ളത്തിലുമുണ്ടോ ധൂർത്തടിക്കൽ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പഠിപ്പിച്ചു, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ സമീപത്ത് വെച്ചാണ് ഉളുവെടുക്കുന്നതെങ്കിലും, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ വെച്ചാണ് നീ ഉളുവെടുക്കുന്നതെങ്കിലും ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ. അപ്പൊ ജലം അമൂല്യമാണ്, അത് ആവശ്യത്തിനേ ഉപയോഗിക്കാവൂ. പ്രകൃതി വിഭവങ്ങളെ അകാരണമായി നശിപ്പിക്കരുത്, അതൊരു കാരുണ്യമാണ്. രണ്ടാമത്, ജലത്തോട് ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ്? ജലം അമിതമായി ഉപയോഗപ്പെടുത്തരുത് എന്ന് മാത്രമല്ല, ഉള്ള വെള്ളം മലിനമാക്കരുത്. ഉള്ള വെള്ളം മലിനമാക്കരുത്. ഇസ്ലാമിന് കൃത്യമായ പരിസ്ഥിതിയുടെ കാഴ്ചപ്പാടുണ്ട്. ലോക പരിസ്ഥിതി ദിനമൊക്കെ വളരെ അടുത്ത കാലത്തെ UN പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇസ്ലാമിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അതേ ശാപത്തിന് ഹേതുവാകുന്ന കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ കെട്ടി നിൽക്കുന്ന ജലാശയങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തൽ, ജലാശയങ്ങളിൽ മൂത്രിക്കുക, ജലാശയം മലിനമാക്കുക, ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളങ്ങളിൽ, നീർത്തടങ്ങളിൽ അഴുക്കുകൾ ഉണ്ടാക്കുക, മാലിന്യങ്ങളും വേസ്റ്റുകളും ആ വെള്ളത്തിലേക്ക് തള്ളുക, അങ്ങനെ വെള്ളത്തെ മലിനമാക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുകയാണ്. ഒരിക്കലും അത് പാടില്ല. ഗൗരവമായി തന്നെ ഇസ്ലാം അത് വിരോധിച്ചിട്ടുണ്ട്. ഒരു നിലക്കും. അതുപോലെ തന്നെ ആളുകൾ കൂടുന്ന നാൽക്കവലകളിൽ, ആളുകൾ വിശ്രമിക്കുന്ന മരത്തണലുകളിൽ, ഫലം കായ്ക്കുന്ന മരത്തിന്റെ ചുവടുകളിൽ പോയി വിസർജനം നടത്തരുത്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കരുത്. ഇസ്ലാം പറഞ്ഞു, നിന്റെ വീട് നീ വൃത്തിയാക്കണം, ശരീരം വൃത്തിയാക്കണം, വസ്ത്രം ശുചിയാക്കണം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതെ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി ഒരു രാജ്യത്തേക്ക് നിയമിച്ചിട്ട് മഹാനവറുകൾ അങ്ങോട്ട് കത്തെഴുതിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ പരമപ്രധാനമായ ഒരു കാര്യം, ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നിയമം പഠിപ്പിക്കണം, സിറ്റി ക്ലീനാക്കി സൂക്ഷിക്കണം എന്നാണ്. സ്ട്രീറ്റുകൾ ക്ലീനാക്കി സൂക്ഷിക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. എല്ലായിടത്തും വൃത്തി വേണം, വൃത്തി വേണം. ഇസ്ലാം ഈ ഏറ്റവും കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അകം ശുദ്ധിയാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു തൗബയിലൂടെ. വയുഹിബ്ബുൽ മുതതഹിരീൻ, ബാഹ്യ ശുദ്ധി നേടുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. അത് വസ്ത്രം, ശരീരം, പരിസ്ഥിതി, അവന്റെ ചുറ്റുഭാഗം എല്ലാം അവൻ വളരെയേറെ വൃത്തിയായി വളരെ നല്ല നിലക്ക് സൂക്ഷിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, കാടും മേടും ഒന്നും നശിപ്പിക്കാൻ പാടില്ല. പരിസ്ഥിതിവാദത്തിന് ഏറ്റവും കൂടുതൽ സമൂഹത്തോട് പറഞ്ഞതെന്താണ്? കാടിനെ സംരക്ഷിക്കണം, വനങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇസ്ലാം എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളാവുകയാണ്, നിന്റെ കയ്യിൽ ഒരു വൃക്ഷത്തിന്റെ തൈയുണ്ട്, അതങ്ങ് നട്ടുമ്പോഴേക്ക് ഖിയാമത്ത് നാളാകുമെങ്കിലും ആ സമയത്തും നിന്റെ കയ്യിലുള്ള ആ തൈ നീ നട്ടോളണം. കണ്ടോ, അത്രത്തോളം വൃക്ഷം നട്ടുപിടിപ്പിക്കാനും ആ നിലയ്ക്ക് കാർഷികമായ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി കരുണ കാണിച്ച ഒരു മതമാണ് ഇസ്ലാം. മരങ്ങൾ വെട്ടിമുറിച്ച് നശിപ്പിക്കരുത്, കാടുകൾ വെട്ടിമുറിച്ച് നശിപ്പിക്കരുത്, ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ലാ ദററ വലാ ദിറാറ, ഇസ്ലാമിന്റെ തത്വമാണത്. മൻ ഗറസ ഔ സറ, ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു വൃക്ഷത്തൈ നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്താൽ അതിൽ നിന്ന് ഉത്ഭൂതമായി ഫലങ്ങളും കായ്കനികളും ഉണ്ടായിട്ട് മനുഷ്യരും ജന്തുക്കളും പറവകളും ആരതിൽ നിന്ന് അനുഭവിച്ചാലും അത് മരണാനന്തരവും അവരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ജാരിയായ സ്വതക്കയായി പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. ഇത്രത്തോളം പ്രകൃതി വിഭവങ്ങളോട് കരുണ കാണിക്കണം, പരിസ്ഥിതിയോട് ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതം നമുക്ക് വേറെ കാണുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ലോകത്താണ് നമ്മൾ ഉള്ളത്. എല്ലാ മനുഷ്യരോടും എല്ലാവരോടും കരുണ കാണിക്കാൻ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു. UN അത് ശബ്ദിച്ചിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എന്നാൽ വർഗത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന കരുണയില്ലാത്ത മനുഷ്യന്മാർ, ഭാഷയുടെ പേരും പറഞ്ഞ് തമ്മിൽ കുരുതിക്ക് കൊടുക്കുന്ന കരുണയില്ലാത്ത മനുഷ്യന്മാർ, ദേശത്തിന്റെയും നിറത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന കരുണയില്ലാത്ത മനുഷ്യന്മാർ, ഇസ്ലാം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെയാക്കി തിരിച്ചത്
വർഗങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കി തിരിച്ചത് നിങ്ങൾ മേലിനടിക്കാനല്ല, അഹങ്കരിക്കാനല്ല, തൊലിയുടെ നിറത്തിന്റെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, പിറന്ന മണ്ണിന്റെ പേരിൽ, അതേ വർഗത്തിന്റെ പേരിൽ, കബീലയുടെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ ഒന്നും അഹങ്കരിക്കാൻ വകുപ്പില്ല. ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ, അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. വലാ ലി അബിയദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാളും ഒരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വാ, തഖ്വയാണ് അല്ലാഹു നോക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ നിലക്കുള്ള കൃത്യമായി മാനവ സമൂഹത്തോട് മുഴുവനുമുള്ള കാരുണ്യപരമായ നിയമം, ആ നിർദ്ദേശം നമുക്ക് ഇസ്ലാമിലല്ലാതെ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സമൂഹത്തിന്റെ പാതിയായ സ്ത്രീ ഭാഗത്തോട് കരുണ കാണിക്കണം. നിങ്ങൾ അവരോട് കരുണ ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് വർത്തിക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സ്ത്രീ മാതാവെന്ന നിലയിൽ ആദരിക്കപ്പെടുന്നു, മകൾ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്നു, ഭാര്യ എന്ന നിലക്കും ആദരിക്കപ്പെടുന്നു, സഹോദരി എന്ന നിലക്കും ആദരിക്കപ്പെടുന്നു. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ട സംസ്കാരവും വിദ്യാഭ്യാസവും കൊടുത്തവന് ആ പെൺകുട്ടികൾ സിത്റൻ മിനന്നാർ, നരകത്തിയിൽ നിന്നുള്ള ഒരു മറയാണെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ അനാഥകളോട്, അഗതികളോട്, ബന്ധികളോട്, അതെ നേരത്തെ ഞാൻ അനാഥകളുടെയും അഗതികളുടെയും കാര്യം പറഞ്ഞു. അതുപോലെ ഖുർആൻ പറഞ്ഞു, യുദ്ധരംഗത്ത് പിടിച്ചെടുക്കപ്പെടുന്ന ബന്ധികൾ, അഭയാർത്ഥികൾ, അവരെ നിങ്ങൾ ദ്രോഹിക്കരുത്. ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലതാ ക്രൂരമായ പീഡനങ്ങളാണ് ബന്ധികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഒരു നിലക്കും കരുണയില്ലാത്ത ശിക്ഷാമുറകൾ അതെ ബന്ധികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ലോകങ്ങളിൽ പലപ്പോഴും. ഇസ്ലാമിന്റെ പ്രവാചകന് ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിലൊക്കെ ഒരുപാട് ബന്ധികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബന്ദികളിൽ പലരും പിന്നീട് മുസ്ലിമീങ്ങളായി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ബന്ദികളോടുള്ള പെരുമാറ്റം കണ്ടിട്ട് അവർ ഇസ്ലാം ആശ്ലേഷിച്ചു. സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മദീന പള്ളിയിൽ 3 ദിവസമാണ് സുമാമയെ കെട്ടിയിട്ടത്. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ സുമാമയെ അഴിച്ചുവിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പരിക്കും പറ്റാതെ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയ സുമാമ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തിരിച്ചു വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം മുസ്ലിമായി. എന്തേ കാരണം? ബന്ദികളോടുള്ള പെരുമാറ്റം അദ്ദേഹം അനുഭവിച്ചു. ബന്ദികളോടുള്ള ആ ഉദാരമായ സമീപനം അനുഭവിച്ചു. വയറു നിറയെ ഭക്ഷണം കൊടുത്തു, ഉടുക്കാൻ വസ്ത്രം കൊടുത്തു. ഇന്നോ അതെ, അപ്പൊ ക്രൂരതയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന വിമർശകന്മാര് മനസ്സിലാക്കണം. അല്ല, ബന്ദികളോട്, ശത്രുക്കളോട് വരെ കരുണ കാണിക്കണം. അനീതി ചെയ്യരുത്. ശത്രുവാണെന്നതുകൊണ്ട് അയാൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ നിഷേധിക്കരുതെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് കാരുണ്യവും നീതിയുമൊന്നും പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായി കൂടാ. നിങ്ങൾ നീതി ചെയ്യണേ, നിങ്ങൾ നീതിയിൽ വർത്തിക്കണേ. അതാണ് ഭയഭക്തിയോട് ഏറ്റവും അടുത്ത മാർഗം. ഇങ്ങനെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കൂ പ്രിയമുള്ളവരെ, സർവം കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്കിനി ഏറ്റവും വലിയ കാരുണ്യം നമ്മൾ ആശിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്ന് പരലോകത്ത് വെച്ചാണ്. നമുക്ക് ആ കരുണയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മൾ ഈ ദിവസത്തിൽ നോമ്പെടുക്കുമ്പോ 2 സന്തോഷമുണ്ട് നമുക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. അതിലൊരു സന്തോഷം 10 ദിവസമൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചു. അതെപ്പോഴാ? നോമ്പ് മുറിക്കുന്ന നേരത്ത് നമുക്കുള്ള സന്തോഷം, നല്ല ദാഹമുള്ള നേരത്ത് ആ തണുത്ത വെള്ളം കുടിക്കുമ്പോഴുള്ള സന്തോഷം, ആ സമയത്തുള്ള വല്ലാത്തൊരു മനസ്സിന്റെ ആനന്ദം, അത് നമ്മൾ ഇവിടെ വെച്ച് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതല്ല. നമുക്കിന് 2ാമത്തെ സന്തോഷമാണ് വേണ്ടത്. അതെന്താ? തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള സന്തോഷം തന്നെ.
അല്ലാഹു ആ സന്തോഷത്തിലേക്ക് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ റഹ്മത്താണ് ഇനി നമ്മൾ ആശിക്കുന്നത്. എന്ത്? പരലോകത്ത് അള്ളാനെ കണ്ടുമുട്ടുന്ന നേരത്ത് അവന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം. റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് പ്രവേശനം കിട്ടണം. അത് അള്ളാന്റെ തൗഫീക്ക് കൊണ്ടേ കിട്ടൂ. നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും ഒക്കെ സ്വർഗത്തിൽ കടക്കാമെന്ന് ആരും വിചാരിക്കണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കരുത്. ശരിക്ക് പഠിച്ചോളും സുഹൃത്തുക്കളെ. അള്ളാന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിലാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാളുടെയും അമല് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ അങ്ങും അങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മത്തിൻ. ഇവരായിട്ട് മനസ്സിലാക്കിക്കോ, അല്ലാഹ് എന്നെയും അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുയുടെ കാരുണ്യം എന്നിലും ആവരണം ചെയ്തിട്ടില്ലെങ്കിൽ ഞാനും സ്വർഗത്തിൽ കയറൂല. ആ റഹ്മത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കാരുണ്യമാണ് നമ്മുടെ ആശ. അതിനുവേണ്ടിയാണ് നമ്മുടെ തേട്ടം. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ, നീ ഞങ്ങൾക്ക് നൽകണേ, മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നൽകണേ, വഹയ്യിഅ് ലനാ, നീ ഞങ്ങൾക്ക് ഒരുക്കി തരണേ, നീ തയ്യാറ് ചെയ്തു തരണേ, മിൻ അംരിനാ, ഞങ്ങളുടെ കാര്യങ്ങളിൽ മുഴുവനും, റശദാ, വിവേകവും സന്മാർഗവും നല്ല നല്ല കാര്യങ്ങൾക്കുള്ള തൗഫീഖും നീ എപ്പോഴും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. അതെ, ആ നിലക്ക് നമ്മൾ റഹ്മത്ത് ചെയ്താൽ നമുക്ക് സ്വർഗീയ പട്ടുകൊണ്ടല്ല നമുക്ക് പട്ടു തരും. സ്വർഗീയ വെള്ളം കുടിപ്പിക്കും. സ്വർഗീയ ഫലക്കനികളിൽ നിന്ന് നമുക്ക് തരും. അതെ, നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് പുത്തൻ പുടവകൾ നൽകുവാനുള്ള ഒരു പ്രത്യേക പദ്ധതിയുമായി ദുബായ് ഗവൺമെന്റിന്റെ ബഹുമാന്യനായ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ഹഫിളഹുല്ലാഹ് തുടക്കം കുറിച്ചിട്ടുള്ളത്. 10 ലക്ഷം കുട്ടികൾക്കാണ് അത് കുഞ്ഞുടുപ്പുകളും പുടവകളും നൽകുവാനുള്ള വലിയ ഒരു സംവിധാനത്തിലേക്ക് കൈയച്ച് സംഭാവന ചെയ്യുവാൻ വേണ്ടി, കുഞ്ഞുടുപ്പുകൾ നൽകുവാൻ വേണ്ടി, ലക്ഷങ്ങളായ കുട്ടികൾക്ക് വേണ്ടി. ശിശുപീഡനം ലോകത്ത് വാർത്തയാകുമ്പോൾ ശിശുക്കളുടെ സംരക്ഷണത്തിന് ആവുന്നത് ചെയ്യാൻ എന്താണ് അതിനുള്ള പ്രേരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ മുസ്ലിമിൻ കസാ മുസ്ലിമൻ സൗബാ, ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നഗ്നത മറക്കാനുള്ള വസ്ത്രം ധരിപ്പിച്ചാൽ കസാഹുല്ലാഹു മിൻ ഖുദരിൽ ജന്ന, സ്വർഗീയ പട്ടുവസ്ത്രങ്ങളിൽ നിന്ന്, പച്ചപ്പട്ടിൽ നിന്ന് അല്ലാഹു അവനെ ധരിപ്പിക്കും. അയ്യുമാ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിശപ്പിന് ഭക്ഷണം കൊടുത്താൽ അത്അമഹുല്ലാഹു മിൻ സിമാരിൽ ജന്ന, സ്വർഗീയ പഴവർഗ്ഗങ്ങളിൽ നിന്ന് അല്ലാഹു അവന് നൽകും. അയ്യുമാ മുസ്ലിമിൻ സഖാ മുസ്ലിമാ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ദാഹം തീർത്തു കൊടുത്താൽ സഖാഹുല്ലാഹു മിനർ റഹീഖിൽ മഖ്തൂം, മുദ്രവെക്കപ്പെട്ട സ്വർഗീയമായ പ്രത്യേകമായ പാനീയത്തിൽ നിന്ന് അവൻ അല്ലാഹു കുടിപ്പിക്കും. ഇതിൽ മുസ്ലിം എന്ന് എടുത്തു പറഞ്ഞു, പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അമുസ്ലിമായാലും പച്ചക്കരളുള്ള ജീവിക്കാണെങ്കിലും ജന്തുവിനോടാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കരുണ ചൊരിയുന്ന ഈ മാസത്തിൽ കാരുണ്യവാനായ റബ്ബിൽ നിന്ന് കരുണക്ക് പ്രതീക്ഷിക്കുന്നവരെ, അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ പാലിക്കൂ. പടച്ചവൻ പറഞ്ഞ നിയമങ്ങൾ പാലിക്കൂ. തഖ്വയുള്ളവരാകൂ, ഈമാനുള്ളവരാകൂ, തൗഹീദുള്ളവരാകൂ, ശിർക്കിൽ നിന്ന് മുക്തമാകൂ, ബിദ്അത്തുകളോട് വിട പറയൂ, അശ്ലീലതകളിൽ നിന്ന് മുക്തമാകൂ, അനീതികളിൽ നിന്ന് വിട്ടുനിൽക്കൂ, അധർമ്മങ്ങളോട് വിട പറയൂ, എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളോടും വിട പറഞ്ഞുകൊണ്ട്, അതെ, സഹജീവികളോട്, ചുറ്റുമുള്ള വിഭവങ്ങളോട്, മനുഷ്യരോട് അവരുടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യരെന്ന നിലക്ക് കാരുണ്യം കാണിക്കൂ. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മിൽ അവൻ വർഷിക്കാതിരിക്കുകയില്ല. ആ ഒരു സന്ദേശമാണ് ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അതുകൊണ്ട് ദൈവിക കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ഇവിടമല്ല, സ്വർഗമാണ്. സ്വർഗത്തിൽ കാരുണ്യം നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ പടച്ചവൻ അവകാശപ്പെട്ട ഏതെങ്കിലും കഴിവുകൾ പടപ്പുകൾക്കുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട്
അവരോട് പ്രാർത്ഥിക്കുകയോ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾ സമർപ്പിക്കുകയോ ചെയ്തുകൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ നരകമാണ് അവന് നിർബന്ധം, സ്വർഗം അവന് നിഷിദ്ധമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ കാരുണ്യത്തിന്റെ കവാടത്തിലേക്ക് കടക്കുവോളം നമുക്ക് സമാധാനമില്ല. അതുകൊണ്ട് കരുണ നിഷേധിക്കപ്പെടുന്ന വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വാക്കുകളിലും നോക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇടപെടാതെ കരുണയുള്ളവരായി ജീവിക്കുക. അള്ളാഹു നമുക്ക് കരുണ ചൊരിയും. ആ നിലക്ക് കാരുണ്യം നമ്മിൽ എപ്പോഴും അള്ളാഹു സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് ഒരു സാലിഹായ അമലായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിന്റെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സേവനങ്ങൾ അനാഥകളോടും അഗതികളോടും പാവങ്ങളോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ഷെയ്ഖ് ഖലീഫ ഹഫിളഹുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഹഫിളഹുല്ലാഹ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചു പോയ നല്ലവനായ ആ മനുഷ്യൻ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലയാളി സമൂഹമേ, നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. 100-ലേറെ ഭാഷകൾ സംസാരിക്കുന്ന ഈ UAE പോലുള്ള ദുബൈ പോലുള്ള ഒരു രാജ്യത്ത് മലയാളത്തിൽ സംസാരിക്കുവാൻ, അതെ, ആയിരങ്ങൾ തടിച്ചുകൂടാൻ സൗകര്യമുള്ള ഈ സാബീൽ ഹാളിൽ ഇവിടെ ഈ വൻ സൗകര്യമൊരുക്കി തന്ന ഇവിടുത്തെ ഉദാരമതികളായ ആളുകളോട് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരുകയില്ല പ്രിയമുള്ളവരെ. പക്ഷേ നാം മനസ്സിലാക്കണം, നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യം അല്ലാഹു ഇതാ നമുക്ക് തന്നിരിക്കുകയാണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കവാടം നിങ്ങൾക്ക് തുറന്നു തരുന്നു. ഈ 100ഓളം ഭാഷകൾ സംസാരിക്കുന്ന ദുബൈയുടെ മണലാരണ്യത്തിൽ മലയാളികളെ നിങ്ങൾക്കിതാ സുവർണാവസരം ഇസ്ലാമിനെ പഠിക്കാൻ, പരിചയപ്പെടുത്താൻ. ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ഇന്നു മുതൽ വർദ്ധിക്കുകയാണ്. ഈ തുറന്നു കിട്ടിയ കവാടത്തിലൂടെ ദുബൈയുടെയും UAEയുടെയും വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് കാരുണ്യത്തിന്റെ സന്ദേശം നമ്മൾ എത്തിക്കണം. ഏറ്റവും വലിയ കാരുണ്യം നരകത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കലാണ്. അതിനാവശ്യമായ സത്യവിശ്വാസത്തിലേക്ക്, സദാചാരത്തിലേക്ക്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള സഹജീവികളോടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ ഇത്തരത്തിലുള്ള വേദികൾ നാം ഉപയോഗപ്പെടുത്തണം. സർവശക്തനായ നാഥനാണ് അന്തസ്സ് നൽകുന്നത്, നാഥനാണ് അന്തസ്സില്ലാതാക്കുന്നത്. ആ വിശ്വാസത്തോടെ എന്നും ഇസ്സത്തോടെ ജീവിച്ച്, ഈമാനോടെ ജീവിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ തേടണം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا خاصة حاكم دبي يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد സഹോദരങ്ങളെ, ആരും പിരിഞ്ഞു പോവരുത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ നടക്കുവാനുണ്ട്. അതിൽ ഒന്നാമത്തത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു അമുസ്ലിമായ സഹോദരൻ ഈ വേദിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇസ്ലാം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം സ്റ്റേജിലേക്ക് വരും. ബഹുമാന്യനായ ഹുസൈൻ സലഫി അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കും. ആ കാര്യമാണ് ഈ വേദിയിൽ വെച്ച് സന്തോഷകരമായ കാര്യമാണ് ഒന്നാമത് നടക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ്
ആകർഷകമായ സമ്മാനങ്ങൾ, പ്രൈസുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ആ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ടേ എല്ലാ ആളുകളും പിരിഞ്ഞു പോകാവൂ എന്ന് ഉണർത്തുകയാണ്. എല്ലാവരും സീറ്റിലിരിക്കുക, എല്ലാവരും സദസ്സിൽ സീറ്റിൽ ഇരിക്കുക, ആരും എഴുന്നേറ്റ് നിൽക്കരുത്. ഈ മഹത്തായ സദസ്സിന്റെ എല്ലാ പരിഗണനകളും നിങ്ങൾ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. Testing. أشهد أن أن لا إله إلا الله لا إله إلا الله وأشهد وأشهد أن محمدا رسول الله. أن محمد رسول الله. بارك الله. Inshallah, now we will do the prize draw for the ladies and the men's side. We'd like to remind you, you should probably stay seated if you want to. Possibly, you could be the winner of a trip to Umrah, a Samsung S4, an iPad. So it's